എല്ലാവർക്കും ബി-ദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ബ്രാസ് ബാൻഡ് യൂസ് ചെയ്യുന്ന ഒരു ക്വിക്ക് മാർച്ച് പാട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാട്ടിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മാർച്ചിന്റെ പേര് മറൈൻ മാർച്ച് എന്നതാണ്. അതിന്റെ ഫുൾ വേർഷൻ അല്ല നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ ഇവിടെ ബാൻഡ് ട്രൂപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ പാട്ട്, ആ ഫുൾ പാട്ടിന് ചെറിയ പാട്ട് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഇത് 4/4 താളത്തിലുള്ള ഒരു ക്വിക്ക് മാർച്ചാണ്. 1 2 3 4 1 ഈ താളത്തിൽ വായിക്കുന്ന ഒരു പാട്ടാണ്. ആദ്യം അതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മലയാളം നോട്ടും അതിന്റെ കൂടെ നമ്മുടെ കീസും അത് എഴുതുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ പാട്ട് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. എന്നിട്ട് ഓരോ വരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ, ഇതാണ് മറൈൻ മാർച്ച് എന്ന പാട്ടിന്റെ ക്വിക്ക് മാർച്ചിന്റെ നോട്ട്. ഓക്കെ ഓക്കെ അപ്പോ നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നതിൽ ആദ്യം ഞാൻ ഇതിന്റെ മലയാളം നോട്ട് നിങ്ങൾക്ക് പാടി കേൾപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ അത് കേട്ട് എൻ്റെ കൂടെ പതുക്കെ വായിക്കുക. ഇതിന്റെ മലയാളം നോട്ട് ഞാൻ പാടി കേൾപ്പിച്ചു തരാം. സഗ പാ 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 സ പാ മഗ പാ പാ മരി സാ സഗ പാ 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 സ പാ മഗ പാ പാ മരി സാ. ഇത് നമ്മള് ഋതം തുടങ്ങിയത് 1 2 3 4 ഈ 4th ബീറ്റിലാണ് നമ്മൾ ഇത് വായിച്ചു തുടങ്ങേണ്ടത്. ഓക്കെ, ഇതില് പാ 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 ഈ 4 നോട്ട് നമ്മൾ എടുത്തെടുത്ത് വായിക്കണം. ആദ്യത്തെ വരി സഗ പാ 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 സ പാ, ഇത്രയും നോക്കിക്കോളൂ. പാ സ പാ നമ്മള് മുകളിലത്തെ സായാണ്, അപ്പൊ അത് ചുണ്ട് ടൈറ്റ് ചെയ്ത് വായിക്കാം. ഓക്കെ, ഒന്നും കൂടി വായിച്ചു തരാം. സഗ പാ 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 സ പാ, കൂടെ വായിച്ചോളൂ. ഒരു 1 2 3. ഓക്കെ, അടുത്ത് ഇതിന്റെ രണ്ടാമത്തെ വരി മഗ പാ പാ മരി സാ മഗ പാ പാ മ രി സ. നമ്മൾ മായിന്ന് താഴോട്ടാണ് വരുന്നത്, അപ്പൊ അതനുസരിച്ച് നോട്ട് താഴ്ന്നു വരും. നോക്കിക്കോളൂ. മനസ്സിലായാലും ഒന്നുകൂടി ഞാൻ പതുക്കെ വായിച്ചു തരാം. ഓക്കെ, ഇനി എന്റെ കൂടെ വായിക്കണേ. റെഡി? ഒരു 1 2 3. ഒരു 1 2 3. ഒന്നും കൂടി. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത പാട്ട് നമ്മൾ ഇതുവരെ വായിച്ചത് 2 തവണ നമ്മൾ വായിക്കണം. ഇനി അടുത്തത് നമ്മൾ മുകളിലത്തെ സായിൽ നിന്നും സാ പാ സാ, ആ സായിൽ നിന്നും നമ്മൾ തിരിച്ചു വായിക്കുന്നു. നോക്കിക്കോളൂ. സനി ദ മ ദ മ പാ ദ പ.
ഇവിടെ മാ എന്ന് പറയുന്നത് ഒന്നല്ല, ഇവിടെ മാ ഷാർപ്പാണ്, അതായത് എഫ് ഷാർപ്പാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് മാ ഷാർപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനെ രണ്ടാമത്തെ കീ ആണ് നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് വായിക്കുന്നത്. ഇങ്ങള് സാനി ദ മാ ദ മ പാ ദ പ. കൂടെ വായിച്ചോളൂ. 1 2 3. ഓക്കെ, ഇത് പതുക്കെ നിങ്ങൾ ഓരോ നോട്ടായിട്ട് ഇതുപോലെ വായിക്കുക. ഓക്കെ, നമ്മള് പാട്ട് എത്രയും സ്പീഡിൽ കേൾക്കുന്ന അതേ സ്പീഡിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം പതുക്കെ വായിച്ച് നിങ്ങൾക്ക് എത്രത്തോളം പതുക്കെ വായിക്കാൻ പറ്റും അത്രത്തോളം നോട്ട് കറക്റ്റ് ആയിട്ട് വായിക്കുക എന്നതാണ് ഒരു പാട്ടിന്റെ മെയിൻ. അല്ലാതെ സ്പീഡിൽ വായിച്ചെടുക്കുന്നതല്ല. നമ്മൾ നോട്ട് എത്രത്തോളം പക്ക ക്ലിയർ ആയിട്ട് വായിക്കുന്നോ അത്രത്തോളം ആ നോട്ട് പെർഫെക്റ്റ് ആവും ആ പാട്ട്. അപ്പൊ അതുകൊണ്ട് പതുക്കെ സനി ദ മ ദ മ പാ ദ പ. ഓക്കെ, ഇനി അവസാനത്തെ വരി സനി ദ മ ദ സ പ. അവിടെയും ദ സ ടോപ്പ് സായാണ്, അത് കറക്റ്റ് ആയിട്ട്. ഓക്കെ, എന്നോട് പതുക്കെ വായിച്ചേ. ഓക്കെ, ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി ഒന്ന് ഒരുമിച്ച് വായിക്കാം. 1 2 3. ഓക്കെ, അപ്പോൾ 2 വരിയും 2 തവണ വായിക്കുക. എന്നിട്ട് വീണ്ടും ഒന്നേന്ന് സഗ പ പ പ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പാട്ടിന്റെ പേരാണ് മറൈൻ മാർച്ച്. ഇത് നമ്മൾ ക്വിക്ക് മാർച്ചിന് യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. 4/4 താളത്തിൽ വായിക്കുന്ന ഒരു പാട്ടാണ്. ഇതിന്റെ ഡ്രംസിന്റെയും സൈഡത്തിന്റെ ബീറ്റും ഞാൻ വരും ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതാണ്. ഇതേപോലെ നമുക്ക് ട്രംപറ്റ് ബിഗിനേഴ്സ് ഏറ്റവും ആദ്യം മുതൽ പഠിക്കുന്നവർക്കുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അതേപോലെ അത്യാവശ്യം ട്രംപറ്റ് വായിക്കാൻ അറിയാവുന്നവർക്ക് നമ്മൾ ബ്രാസ് ബാൻഡ് യൂസ് ചെയ്യുന്ന പാട്ടുകളും അല്ലാതെ കുറച്ച് സിനിമ പാട്ടുകളും ഇതിലൂടെ പഠിപ്പിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ശുഭദിനം.